ബില്ല് സാറേ? ഇതാ ഈ മാസത്തെ കറണ്ട് ബില്ല്. എത്രേ? 4800. ചേട്ടാ ഒന്ന് ഓടി പോയ ചേട്ടാ. എന്തു പറ്റി ചേട്ടാ? കറണ്ട് ബില്ല് കൊടുത്തത് ആൾക്ക് ഷോക്കായി തോന്നും. അതെയോ? അയ്യോ എന്റെ ആശാന് ഷോക്ക് അടിച്ചേ. ആ ദാസ വേമായോ, നമ്മൾ ആശാന് ഷോക്ക് അടിച്ചു. ആ ആ ഒരു ആംബുലൻസും കൊണ്ടുപോരെ. ആ വേമ്പാ. ആശാനെ ആശാനെ പീയൂഷ് ഒരു എനക്കല്ലോ. ഞാൻ കൊടുക്കാം CPR. വേണ്ട നീ കയറി ആശാന്റെ എല്ലാം ഒടിഞ്ഞു. ആശാൻ ചത്തെന്ന് തോന്നണേ. ആശാനെ ഞാൻ ചത്തിട്ടില്ലടാ. ഇതെന്തു പറ്റി? വെളിച്ചം ദുഃഖമാണുണ്ടി, തമസല്ലോ സുഖപ്രദം. ഔ എന്റെ ആശാനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ അത്. അപ്പൊ ഈ തവണത്തെ ന്യൂ ഇയർ ഇരുട്ടത്താക്കാം. എന്നാലും എങ്ങനെ ആശാനെ ഇത്ര വലിയ ബില്ല് വന്നത്? ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ചാൽ പോരെ ആശാനെ? ഞാൻ അങ്ങനെ കൂടുതലൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ വീട്ടിലത്തെ ആവശ്യം മാത്രമല്ലേ ഉള്ളൂ. എന്നാലും 5000 രൂപ എന്താന്നറിയില്ല. ഇനി ഞാൻ ആവശ്യത്തിന് ഒരു ലൈറ്റ് മാത്രമേ കത്തിക്കണുള്ളൂ. ആ അതാ നല്ലത്. കറണ്ട് കാശ് പിന്നെയും കൂടി. നോക്കിയും കണ്ടൊക്കെ ഉപയോഗിച്ചില്ലെങ്കിലേ നമ്മുടെ പേഴ്സ് കീറും. അപ്പൊ നമ്മളങ്ങനെ കറണ്ട് കാശ് കുറയ്ക്കും? അത് സർക്കാരല്ലേ തീരുമാനിക്കണേ. നീ നിന്റെ വീട്ടിലെ മെയിൻ സ്വിച്ച് ഓഫ് ആയിക്കോ. അവന് കറണ്ട് അടക്കണ്ടല്ലോ. ദാസാ ഇങ്ങോട്ട് വലിയ കളി വേണ്ടട്ടാ. എന്തേ നീ എന്നാണ് ഇല്ലാണ്ടാക്കോ? എന്റെ കണ്ണോ. ഓ നിങ്ങളെ കൊണ്ട് തോറ്റു എൻ്റെ പീയൂഷേ. കറണ്ട് കാശ് ഗവൺമെൻറ്റാ തീരുമാനിക്കുക. പക്ഷെ കറണ്ട് എന്തോരം ഉപയോഗിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാമല്ലോ. ആവശ്യത്തിന് മാത്രം ലൈറ്റുകളും ഫാനും ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് അത് ഓഫ് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെയാണ് ഈ ഫ്രിഡ്ജ് ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ശരിയാക്കണം. അതിലെന്തെങ്കിലും ചെറിയ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിലേ ഫ്രിഡ്ജ് ഭയങ്കരമായിട്ട് കറണ്ട് വലിക്കും. അതേപോലെ തന്നെയാണ് ഈ തേപ്പ് പെട്ടി. ആവശ്യമുള്ള വസ്ത്രങ്ങൾ ഒരുമിച്ച് തേക്കണം. പല തവണയായിട്ട് തേച്ച് കഴിഞ്ഞാൽ കറണ്ട് കാശ് അങ്ങോട്ട് കൂടും. നമുക്ക് ഈ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത പോലെ കറണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ശരിയാ. മൊബൈൽ റീചാർജ് ചെയ്യുന്ന മാതിരി പ്രീപെയ്ഡ് അടച്ചാൽ നമ്മൾ കുറേ കൂടി ശ്രദ്ധിക്കും. പിന്നെ അങ്ങനെ എല്ലാം കറക്റ്റായി കഴിഞ്ഞാൽ ജനങ്ങളെ പിഴിയാൻ പറ്റുമോ? ഇത് ചിലവർക്കൊക്കെ കാശ് ഉണ്ടാക്കാനുള്ള പരിപാടിയെന്നേ. ദാസൻ പറഞ്ഞത് ശരിയാ. ചില ആൾക്കാരുണ്ട് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യില്ല, എന്നാൽ ചില തരികിട പരിപാടികൾ ഒപ്പിക്കുകയും ചെയ്യും. അത് പിന്നെ പറയണോ? ചക്കരക്കൂടല്ലേ നക്കിക്കൊണ്ടിരിക്കട്ടെ. എന്ത് പ്രശ്നം വന്നാലും ചാർജ് കൂട്ടി അവർക്കാണ് അഡ്ജസ്റ്റ് ചെയ്യല. ഉദ്യോഗസ്ഥര് അവരുടെ ജോലി ആത്മാർത്ഥമായിട്ട് ജനോപകാരപ്രദമായിട്ട് ചെയ്താൽ നമ്മുടെ നാട് സ്വർഗം തന്നെയാ. അതിന് രാഷ്ട്രീയ നേതൃത്വവും അധികാര കേന്ദ്രങ്ങളും നല്ലതിനു വേണ്ടി നിൽക്കുകയും വേണം. അപ്പോൾ നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടാവും. ഇപ്പൊ അധികാരത്തിന് വേണ്ടി മതത്തെയും ദൈവത്തെയും മനുഷ്യനും വേർതിരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിനിടയിൽ എന്ത് വിലക്കയറ്റം, എന്ത് ജനങ്ങൾ, എന്ത് നന്മ. അപ്പൊ നമ്മൾ നോക്കിയും കണ്ട് ജീവിച്ചാ നമുക്ക് കൊള്ളാം.